Day after tomorrow. Yes. Okay. നമ്മളൊരു കാര്യം തീരുമാനിച്ചെന്ന് പറഞ്ഞാൽ ഗ്യാങ് ഫണ്ട് കളക്ട് ചെയ്യുന്ന ദിവസം എന്താടാ എല്ലാരും കത്തി വരുന്നത് ഗ്യാങ് ഫണ്ട് കളക്ട് ചെയ്യുന്ന ദിവസം അപ്പാപ്പൻ സെർവർ ലോഗിൽ നിന്ന് ഗ്രൈൻഡ് ചെയ്ത പൈസ എത്രയാണെന്ന് കറക്റ്റ് പറയും. ഗ്രൈൻഡ് ചെയ്ത് 80 കോടി കൊണ്ടുവരാത്ത എല്ലാവർക്കും ടിവിയുടെ ഗ്യാങ് സസ്പെൻഷനാണ്. 70 നമ്മൾ പറഞ്ഞു 70 കൊണ്ടുവരാത്ത ഗ്രൈൻഡഡ് മണി അത്ര ഉണ്ടായിരുന്നു. ആരുടെ കയ്യിൽ മേടിച്ചല്ല, ഗ്രൈൻഡഡ് മണി. കാരണം കുറെ പേര് നമ്മുടെ അത് ഗ്രൈൻഡ് ചെയ്ത് അത് അച്ചീവ് ചെയ്ത്, അതുകൊണ്ട് അവർക്ക് കൊടുക്കുന്ന ഡിസ്റെസ്പെക്റ്റാണ് ഞാനത്. ബാക്കിയുള്ളവർ കട്ടും മുടിച്ചും കൊണ്ടുവന്ന് അത് അവർക്ക് കൊടുക്കുന്ന ഗ്രൈൻഡ് ചെയ്തവർക്ക് കൊടുക്കുന്ന ഡിസ്റെസ്പെക്റ്റ് ആയി പോകും. അതുകൊണ്ട് ഗ്രൈൻഡ് ചെയ്ത ആൾക്കാർക്ക് എനിക്ക് ആ വാല്യൂ കൊടുത്തേ പറ്റത്തുള്ളൂ. ആൻഡ് ബെസ്റ്റ് ഗ്രൈൻഡർക്ക് എൻ്റെ വക ഒരു നല്ല സമ്മാനം ഉണ്ടാവും. അതിൽ ഞാൻ നിങ്ങൾ പാവം അതൊന്നും പറയരുത് ദയവ് ചെയ്ത്. ആരൊക്കെ അത് ചെയ്തിട്ടില്ലെങ്കിലും അവരെല്ലാം ഞാൻ 1 മന്തിലേക്ക് സസ്പെൻഡ് ചെയ്യും. ഗ്യാങ് സിറ്റുവേഷൻ എടുക്കാൻ പറ്റാത്ത രീതിയിൽ സസ്പെൻഡ് ചെയ്യും. ആളില്ലെങ്കിലും കുഴപ്പമില്ല. എവിടെയോ അടിച്ചണ്ട അടി എവിടെ അടി എവിടെ അടി എവിടെ ഷോപ്പ് അവിടെ ഡ്രസ് ഷോപ്പാണോ സ്റ്റോപ്പാണോ? ഓക്കെ ഓക്കെ കണ്ടു 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 ഷോപ്പ് 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 താലുള്ള ഷോപ്പ് ലെഫ്റ്റില് 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 ടീമാണോ? നിങ്ങളൊന്ന് മാർക്കിട്ടടാ. എവിടെ കോച്ചന്മാര്? ആ 5047 ഉണ്ട്. ഞങ്ങൾ വെളിയിലൊന്നും ആരും ഇല്ലല്ലോ. ഇവനെ ചുമ്മാ ഒന്ന് വെടിവെച്ചാൽ ഒരു കാര്യമില്ല. ഇവനെങ്ങനെ കൊന്നു. ഞാൻ ഗണ്ണാണ് നിൽക്കുന്നത്. ഇവൻ ഗണ്ണെടുത്ത് എന്നെ വെടിവെച്ച്. മേലോച്ചൊന്ന് നോക്കിയേ. 2-3 പേര് വണ്ടിയില് ഞങ്ങളാണ് ഇവന്മാരുടെ വണ്ടിയില്. എവിടെ ചന്ദ്ര? എടാ ഞങ്ങളാ സീമിലെ വണ്ടിയില്. അവനെടുത്തോ എടുത്തോ. അവൻ നീ കണ്ടിരുന്നോ? അവന് ഇവിടുന്ന് കോള് കിട്ടി. അവൻ ഡയറക്റ്റ് വരുന്നു. ഈ വണ്ടി സസ്താണ്. ഈ വണ്ടി നോക്കിയടാ. ഞാൻ പറഞ്ഞ വണ്ടി നോക്കിയതാ. ഈ വണ്ടി സസ്ത. ഇവനെ നോക്ക്. ഈ ഫ്രണ്ടിൽ പോണേ. മച്ചാനെ നിർത്തിയേ. ഹലോ ഇങ്ങോട്ട് നമ്മളെ പിക്കിയതേ. ഇവനെ ഹോസ്റ്റ് എടുത്തേ. ബ്രോ സിറ്റുവേഷൻ അടയ്ക്കാം ബ്രോ. സിറ്റുവേഷൻ വന്നാ നമ്മളോട് താഴെ ബൈഫോൺ നിൽക്കുക. നമുക്കൊന്ന് മേളിൽ നിൽക്കുന്ന കവറൊന്നും പോയി കറങ്ങി വന്നോ ഈ ഏരിയയിൽ. ആ ഇവിടെ ഡ്രസ് ഷോപ്പിനവിടെ കുറെ എണ്ണം ഉണ്ട്. കുറെ വണ്ടിയില് അവനെ ഹോസ്റ്റ് എടുത്തോടാ. എന്താ മച്ചാനെ? അവനെന്തിയാ അവിടെ പോയി?
എനിക്കൊന്നും കണ്ടുകൂടാണ്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. കൊച്ചിയുടെ സസ്പെൻഷൻ കഴിഞ്ഞു, അറിഞ്ഞില്ല, അറിയത്തില്ല. സസ്പെൻഷൻ കഴിഞ്ഞോടാ? സസ്പെൻഷൻ കഴിഞ്ഞോ നിന്റെ? ഞങ്ങളാ ഇത് ഞങ്ങളാടാ. ഇവനെ കാത്തിട്ട് അല്ലല്ല അല്ലല്ല അവനെ ആദ്യം ഇത് EMSനെ വിളിച്ച് പൊക്കിക്കേ. EMS ഇല്ലേ? ഗ്യാങ് ഹൗസിന്റെ പ്രദേശത്തോട്ടേ പോകണ്ട ചന്ദ്ര. ഗ്യാങ് ഹൗസിന്റെ പ്രദേശത്തോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാ ഇവിടെ പോയി ഏതെങ്കിലും ഒരുത്തന്നെ ഒരു വെടി പൊട്ടിയാൽ മതി അടുത്ത സസ്പെൻഷന്. ഈ വണ്ടി കുറെ നേരമാടാ. ബ്രോ ഇവിടെ സിറ്റുവേഷൻ നടക്കുവാണെ ഒന്ന് ഇവിടെ സിറ്റുവേഷനിലുള്ള അല്ലാത്ത ആളാണെങ്കിൽ ഒന്ന് ലീവ് ചെയ്യണേ. ഇവിടെ സിറ്റുവേഷൻ ആണ് ബ്രോ, സിറ്റുവേഷൻ. ശോകമല്ലേ അപ്പം ഫണ്ണായിട്ട് കൺഫേം ചെയ്ത് അറിയാവുന്ന പേരായിരുന്നു ഒരു ജാസി എന്ന് പറഞ്ഞേക്കാം. അപ്പം പെട്ടെന്ന് ഞാനും വില്ലുമോനും കൂടെ മാറ്റിയിട്ട് ആ ഷോപ്പിന് പുറത്ത് അകത്ത് റെസ്റ്റോറന്റ് മാത്രമേ ഇപ്പൊ ഉണ്ടായിരുന്നുള്ളൂ. പുറത്ത് നിന്നപ്പോ അവൻ റേഡിയോ കോൾ ഒന്നും കൊടുക്കണല്ലോ, അവൻ റെസ്റ്റോറന്റ് സംസാരിക്കുക. ഇവിടെ നോക്കിയോ CMന്റെ വണ്ടിയിൽ നിന്ന് ആൾക്കാർ ഒന്ന് ഇറങ്ങി വിളിയിരിക്കുന്നു, ഒരു കാര്യമില്ലാണ്. അവന്മാരടിച്ചിട്ട് കത്തിച്ചു വിട്ട് ഇതാണ് നടന്നത്. അവിടെ വന്ന എല്ലാം കത്തിച്ചു വിട്ടിട്ടുണ്ട്. അവന്മാർക്കൊന്നും ഓർമ്മയില്ല, അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ചുമ്മാ ഇങ്ങോട്ട് വെടിവെച്ചതാ. നോക്കട്ടെ സിറ്റുവേഷൻ ആണ് നോക്കട്ടെ. എടാ ഇതിപ്പോ എന്തോ ചെയ്യണ്ടേ? റേഡിയോ കണക്ട് ഇട്ടോ? എടാ ഇത് റേഡിയോ കണക്ട് ഇട്ടോ? CM നമ്മളിട്ട് അവന്മാരെ എനിക്ക് തോന്നാനുള്ള കണക്ട് ചെയ്യുന്നു. കാര്യം ഇനിഷ്യൽ സിറ്റുവേഷൻ അല്ലേ, അവന്മാരെ ആൾക്കാരുണ്ട്, അവന്മാരെ ഇതാക്കത്തും. 62 ഹലോ ഹലോ ഹലോ. ആ ബ്രോ CMലാണോ? ബ്രോ നിങ്ങളുടെ കൂട്ടത്തിലെ രണ്ടുപേരും ഞങ്ങളെ ആക്രമിക്കാൻ ഞങ്ങൾ ആക്രമിക്കാൻ നോക്കിയവരെ ഞങ്ങൾ ഇവിടെ ഉറക്കിയിട്ടിട്ടുണ്ട്. അല്ല എനിക്കറിയത്തില്ല, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെ ഞങ്ങള് വെറുതെ കണ്ണേം ചെയ്തപ്പോ നിങ്ങളുടെ കൂട്ടത്തില് വേറെ ആയതോ വന്നിട്ടേ ഞങ്ങളെ ഒന്നും പറയാതെ നേരെ വന്നങ്ങ് കണ്ണേം ചെയ്ത് ഫയർ ചെയ്യാൻ തുടങ്ങി. അത് ആദ്യം കണ്ണേം ചെയ്തിട്ട് സംഭവം എന്ന് പറയോ, ആദ്യം രണ്ടാമത് മൂന്നാമത് അങ്ങനെ ഒന്നും ഇവിടെ ഇപ്പൊ ശവമായി. എന്തെങ്കിലും ചെയ്യാൻ പറ്റും ബ്രോ? ഞാൻ പറഞ്ഞുതരാം. അത് അവന്മാർക്ക് അറിയാവുന്ന ഒരാളായിരുന്നു, ജാസിന്ന് എന്തോ പറഞ്ഞ ഒരാളായിരുന്നു ആദ്യം ഉള്ളത്. അപ്പൊ അവനോട് ചുമ്മാ ഗണ്ണയും ചെയ്തിട്ട് അത് അപ്പൊ തന്നെ മാറ്റി അവർ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് CMന്റെ വെളിയിൽ വണ്ടി വന്ന് കുത്തിയ ആൾക്കാർ അവർ റേഡിയോ കോൾ പോലും കൊടുത്തില്ലെന്നാണ് നമ്മുടെ സൈഡിൽ നിന്ന് പറഞ്ഞത്. നിങ്ങളുടെ സൈഡിൽ ആ ഇതിനകത്ത് ഉണ്ടായിരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണം, റേഡിയോ കോൾ തന്നോ ഇല്ലയോ എന്നുള്ളതൊക്കെ. അത് നമുക്ക് അറിഞ്ഞുകൂടാ. ഇവർ രണ്ടുപേരാണ് സിറ്റിയിൽ ഉണ്ടായിരുന്നത്. അതാ ഞാൻ പറഞ്ഞു ബ്രോ. അതിൽ ജാസ്തി എടുത്ത് സംസാരിച്ചോണ്ടിരുന്നപ്പോ മറ്റേ ആൾ ഗണ്ണെടുത്ത് നമ്മുടെ കൂട്ടത്തിലുള്ള ആളെ വെടിവെച്ച്, അപ്പോഴാണ് അവനെ വെടിവെച്ച് ഡൗൺ ആക്കുന്നത്. ഇതാണ് സംഭവം. ഷോപ്പിന്റെ പുറത്ത് ഞാൻ ഗണ്ണും ഇല്ലാണ്ട് ചുമ്മാ നിൽക്കും. എന്റെ മൂട്ടി നിങ്ങളെ ഗ്യാങ് കൊണ്ട് വന്ന് കുത്തി ഗണ്ണെടുത്ത് വെടിവെക്കാൻ ചെയ്തത്. ഞാൻ അവരുടെ റോള് കളിച്ചിട്ട് അവനെ കത്തിച്ചു വിട്ടു. ഇതാണ് അവിടെ സംഭവിച്ചത്. അവിടെ ചുമ്മാ സംസാരിച്ചോണ്ടിരിക്കുന്നേ ഉള്ളൂ ജാസ്തിയായിട്ട്. ആ സമയത്ത് പുറത്തുനിന്ന് അവൻ റേഡിയോ കോൾ കൊടുത്തിട്ടില്ല, അവൻ ഡെസ്റ്റോട് സംസാരിച്ചോണ്ടിരിക്കുവോ ജാസ്തി എന്ന് പറഞ്ഞ പയ്യൻ. എന്നിട്ട് മൈ മച്ച വന്ന് നേരെ വന്ന് വെടിവെക്കുന്നു. ഇതിന്റെ ആവശ്യം എന്താ? ബ്രോ സംഭവിച്ച ഇപ്പം ഇത്ര കത്തൊക്കെയാണ് ഇഷ്യൂ ആണ്. അതാണ് ഞാൻ പറയാന്ന് വെച്ചാ നിങ്ങൾക്ക് ഇപ്പൊ ഇത്ര PL ഇതൊക്കെയാണ്. അപ്പൊ കത്തിയപ്പം നീ കണ്ണെടുത്ത കടിക്കുമല്ലേ കത്തിയത്? ബ്രോ ഞാനല്ല അടിച്ചത്, ബ്രോ ഞാനല്ല അടിച്ചത്. ഇവൻ വള്ളിയാടാ ഈ ഡ്രീമർ. കളിച്ചോണ്ടിരിക്കായിരുന്നു. അപ്പൊ ഇവരൊന്ന്
ഇതായിട്ട് ഇവരെ കത്തിച്ചിട്ടില്ല. ഇനി അവരെങ്ങനെ സിറ്റുവേഷൻ നമുക്ക് അറിയത്തില്ല. നിങ്ങൾ പറഞ്ഞു വെച്ചിട്ടാണെങ്കിൽ ഇപ്പൊ ഗണ്ണേം ചെയ്ത് അപ്പൊ നമുക്ക് അറിയത്തില്ല എങ്ങനെയാണ് എന്തിനാണ് ഗണ്ണേം ചെയ്ത് അതാണ് സംഭവം. നിങ്ങൾ ആദ്യം ഗണ്ണേം ചെയ്ത കാര്യം എന്ന് പറയുന്നില്ലല്ലോ, ചുമ്മാതാണോ അല്ലെങ്കിൽ ഇപ്പൊ പുറത്തുനിന്ന് വരുന്ന നോക്കുമ്പോ അവനത് ചുമ്മാതാണോ ഫ്രണ്ട്ലി ആയിട്ടാണ് മനസ്സിലാവുന്നില്ല. അതാണ് സംഭവം. അവിടെ അതിനകത്ത് നിന്ന് സംസാരിക്കുന്നതേ ഉള്ളൂ. ആണെങ്കിൽ പോലും ഗൺ പോയിന്റ് ആണെങ്കിൽ പോലും അവനെ നമ്മള് അടിച്ചു പോയോ? അവിടെ ഫ്രണ്ട്ലി ആയിട്ടാണ് സംസാരിച്ചത്. അവൻ ഒന്നും കൊടുത്തിട്ടില്ല. നമ്മുടെ കമ്മ്യൂണിക്കേറ്റ് അതൊക്കെ ഡബ്ല്യു ആവും അതൊക്കെ. ആ പുറത്ത് നിന്ന പയ്യന്മാരെ അതുകൊണ്ടല്ലടാ ഞാനൊരു കാര്യം പറയട്ടെ, അവന്മാര് മര്യാദക്ക് സംസാരിക്കുക. അമ്മമാര് ഇതടിക്കാൻ പോയി കഴിഞ്ഞാൽ അത് ശോകമാണ്. അത് ഒരു ടൈം വരെ നമ്മള് ബ്രോ ആകെ ഇവിടെ പുറത്തുണ്ട് ജാസ്തി ചെക്ക് ചെയ്യണം അതാണ് ബ്രോ നമ്മള് ക്ഷമിച്ച് ഇനി പ്രശ്നമൊന്നും വരല്ലേ. പ്രശ്നത്തിനായിട്ട് വന്നില്ല. അത് എന്താന്ന് നമുക്ക് അറിയാത്തോണ്ട് ക്ലാരിഫൈ ആവുന്നില്ല ബ്രോ. ലൈക്ക് അവരുടെ സൈഡിൽ നിന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. അതാണ് ഒന്നാമത്തെ കാര്യം. ലൈക്ക് നിങ്ങളെ ടിഷ്യൂ ആക്കാനായിട്ട് നമ്മൾ വന്നതല്ല. അവിടെ അവരുടെ മറ്റേ മിസ്അണ്ടർസ്റ്റാൻഡിങ് എല്ലാം ആയിരിക്കും, നമുക്ക് അറിയത്തില്ലല്ലോ. ബ്രോ അവരിപ്പോ അവരുടെ അടുത്തൊന്ന് റേഡിയോ വരാൻ പറയോ? ബ്രോ അവര് കൺട്രീനെ ഇട്ടിട്ട് എനിക്കൊന്നും എവിടെയും ഉണ്ടെന്നോ ഈസിയൊന്നും ഇല്ല. ഞാൻ പുറത്ത് നോക്കി ഇവിടെ ഇല്ല. നല്ലത് തന്നെ വിളിച്ചോക്കിട്ട് പറയാം. നിങ്ങൾ സംസാരിച്ചിട്ട് പറ ബ്രോ, അതായിരിക്കും. അതെ സംസാരിച്ചിട്ട് പറഞ്ഞാൽ മതി. അല്ല ഞാനൊരു കാര്യം പറയാം വെച്ചാൽ നമ്മളിതങ്ങ് വിട്ട് നിങ്ങൾ വേറെ പ്രശ്നം വരേണ്ടതായി നമുക്കിതങ്ങ് മറക്കാം. ബ്രോ നമ്മളെ പ്രശ്നത്തിനായിട്ട് വിളിച്ചല്ല ബ്രോ. സംഭവം എന്താന്ന് വെച്ചാൽ നിങ്ങൾ മറക്കാനും പറ്റൂല. അല്ലല്ല അതല്ല ബ്രോ പറഞ്ഞത്. സംഭവം ഉണ്ടായി മനസ്സിലായോ? അതുകൊണ്ടാണ് ചന്ദ്ര മറ്റേ റേഡിയോയിലോട്ടൊന്ന് പറഞ്ഞേ. അവർ സംസാരിച്ചിട്ട് പറഞ്ഞോ ബ്രോ, സംസാരിച്ചിട്ട് പറഞ്ഞു. നമ്മുടെ റേഡിയോയിലൊന്ന് വന്നേ. ആശുപത്രിയിലൊക്കെ പോയാ എനിക്ക് മൗസ് പോലും പിടിക്കാനുള്ള ആവില്ലല്ലോ. എനിക്കിങ്ങനെ ഇവിടുന്ന് അവിടെ വരെ നീക്കാൻ പോലും പിന്നെ ഒരു സെക്കൻഡ്, ഒരു ചെറിയ സിറ്റുവേഷൻ ഇല്ല. എടാ നിങ്ങൾ എവിടെ നിക്കുന്നേ? ഞാൻ മുതുക്കില്. എടാ സിറ്റി ഇപ്പൊ കത്തോടാ. ഞാൻ ലാലേട്ടനെ കൂട്ടുന്ന കേറാൻ പറ്റുന്നില്ല. എടാ ഒരു സസ്പെൻഷൻ ഇപ്പൊ ലിഫ്റ്റ് ആയതേ ഉള്ളൂ. വെറുതെ ഗ്യാങ് ഹൗസിലൊക്കെ പോയി സസ്പെൻഷൻ ഒന്നും മേടിക്കില്ല ചന്ദ്ര. അളിയാ ഹലോ. എടാ ചന്ദ്ര പന്ന കഴിവറ മോനെ, ക്രിസ്മസ് ആയി നീ തിരുവനന്തപുരത്ത് നാട്ടിൽ പോകാൻ നിൽക്കുമെന്ന് എനിക്കറിയാം. ബാൻ മേടിക്കുന്നെങ്കിൽ ഇൻഡിവിജ്വൽ ബാൻ മേടിക്കുക, പൊക്കോണം. എവിടെ ലൊക്കേഷൻ പറ. സീമെന്റ് ക്യാമ്പസ് അണ്ണാ. നേരെ പൊക്കോ. ഞാൻ എന്താ വരുന്നത്? അലമ്പുന്നുണ്ടെങ്കിൽ ഇതാ വരുന്നത്. നേരെ പൊക്കോ. ഫ്രണ്ടിൽ പോയി സംസാരിക്കണത് അത് സത്യം. ഒരു വേടി അകത്തോട്ട് പോയാ മതി. വെടിയല്ല നമ്മുടെ സംസാരം മതി. പ്രശ്നമാണ്. എടാ ഞാൻ പറയട്ടെ, ഗ്യാങ് ഹൗസിന്റെ ഫ്രണ്ട് വെച്ച് സിറ്റുവേഷൻ പോലും ട്രിഗർ ചെയ്യാൻ പറ്റത്തില്ല, മനസ്സിലായല്ലോ. വെറുതെ എടുത്തു ചാടി ഓരോന്നും ചെയ്യരുത്. എല്ലാരോടത്തും റേഡിയോയില് പോലും എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഗ്യാങ് ഹൗസിൽ കുറച്ച് മാറി ഇപ്പുറത്തോട്ട് വരാൻ പറ. കുറച്ച് ഇപ്പുറത്തോട്ട് വരാൻ പറ. കുറച്ച് ഇപ്പുറത്തോട്ട് വരാൻ പറ. എല്ലാ വണ്ടി ബാക്ക് വന്നടാ. പറഞ്ഞാ എല്ലാ വണ്ടി ബാക്ക് എടുത്തതാ. ഇവിടെ വാ. ഈ മാർക്കിൽ എന്റെ ഈ മാർക്കിൽ വാ. ഇങ്ങോട്ടോ. ഇവിടെ വന്ന് വണ്ടി കുത്തി. ഇവിടെ വന്ന് ഇറങ്ങിക്ക്. നിനക്ക് ഫുൾ ടൈം ബർത്ത്ഡേ അല്ലേ? നിനക്ക് ഗ്യാങ് ഡ്രസ് ഇടാൻ പറ്റൂല അണ്ണാ. ഞാൻ സിറ്റിയിലേ ഇപ്പൊ വന്നേ. ഓ ഞാനും നീ ഒരേ സമയത്താ വന്നേ. ആണോ? ഞാൻ തത്സമയം നിന്റെ ബർത്ത്ഡേ ആണോടാ? പിന്നെ കളർ ഡ്രസ്. അല്ലടാ വരുന്ന വഴിക്കായിരുന്നാടി. അപ്പൊ ഒന്നും നോക്കിയിരുന്നാ പുഞ്ഞ എടുത്തിറങ്ങി. പിന്നെ
ആ വീടാണ് സംസാരം കഴിഞ്ഞിട്ട് നേരെ വീടാ. ബാഗി പാന്റ് ഒക്കെ ആയല്ലോ. ഏതാണ ലുക്ക്? എനിക്കറിയാം ചന്ദ്ര, നീ നാട്ടിൽ പോവാ. പോകുന്നതിന് മുമ്പ് ഇവിടുത്തെ ഒരു 10 പേരെയും കൂടെ നിനക്ക് കൂടെ കൊണ്ടുപോകണം. അതാണ് നിന്റെ ഇന്നത്തെ ഈ തീർതി കണ്ടാ അറിയാം. ഇല്ല ഇന്നൊന്നുമില്ല അണ്ണ വെറുതെ ആവശ്യമില്ലാത്ത പറയാം. അണ്ണ ഞാൻ കാര്യം പറയട്ടെ, മറ്റേ അണ്ണനെ കാണാൻ മമ്മു എന്ന് പറഞ്ഞിട്ട് പയ്യൻ വന്നായിരുന്നേ. മമ്മു? ആ മറ്റേ ഷമീറിന് അറിയാം, അവരെ കൂടെ ഉള്ള അപ്പൊ തന്നെ മഞ്ഞെടുത്ത് എറിഞ്ഞുറക്കി കൊണ്ട് അടക്കി പിത്തളത്തിന്റെ കൂടെ. ഈ അമ്മു എത്ര വയസ്സുണ്ട്? പെണ്ണാണോ? ഓൾറെഡി മമ്മൂന് അണ്ണനെ കാണണം, അണ്ണനെ പിടിക്കണം എന്നൊക്കെയാണ് പറയണേ. പയ്യ വരുമ്പോ ഒരു ദിവസം കൊണ്ടുവരാം. അവന് പിടിക്കണോ? അവസാനം ഷെയ്ക്ക് കേറി പുണ്ടച്ച് നിന്റെ തന്ത നിന്നെ തിരക്കിയത് അവിടെ വന്ന് നിപ്പുണ്ട് മുതുക്കില്. ആക്രാന്തിയൊന്നുമില്ല. എടാ നിന്റെ അച്ഛനാണെന്ന് പറയണ പുള്ളി. അത് നുപ്പാട്ടുണ്ട്. ഇങ്ങോട്ട് വാടാ, ഇങ്ങോട്ട് കുണ്ടനാന്ന് തോന്നുന്നു കണ്ടിട്ട്. അങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നന്നെ ആര്? അയാള് മുപ്പാട്ടയുണ്ട്. നീ ഇത്ര കോൺഫിഡന്റ് ആയിട്ട് വേറൊരു ആൻസർ ആണ് ഞാൻ ജീവിതത്തിൽ കേട്ടിട്ടില്ല. അങ്ങനല്ല, തന്തയില്ല പറഞ്ഞ പോയി കാണാതായോ? എങ്ങനെ? അമ്മ ഞാന് എണിച്ചിട്ടുണ്ടാവുമ്പോ ഞാൻ കാട്ടിലെന്തോ അല്ലേ കളിക്കിട്ട് പോയെ. എടാ ആ അച്ഛനാണ് അയാളെങ്കിലോ? ഇല്ല അയാളെല്ലാം ചത്തിന്, എപ്പോഴേ ചത്തിന്. ഇയാള് വെറുതെ പുള്ളി ചത്തന് എന്താണ് ഇതിന്റെ തെളിവുണ്ട് കൊന്നതിന്റെ പിഒവിയിലുണ്ട്. വീഡിയോ കൊല്ലുമ്പോ കള്ളമ്മ ഒരു ദിവസം എല്ലാരും പെരുത്തന്നിട്ട് കൊന്നയാണ്. എന്തിനാ കൊന്നേ? വിളിക്കുന്ന അണ്ണ വിളിക്കുന്ന എവിടാ ചന്ദ്ര? പറയണേ ഒരു പൂവ് എനിക്ക് തരുമോ? കാര്യമായിട്ട് ഞങ്ങൾക്ക് വലിയ സിറ്റുവേഷൻ അറിയത്തില്ല. കാരണം കുറെ റേഡിയോയില് ഞാൻ വേറെ മാത്രം ഉണ്ടാവുള്ള ആ സമയത്ത് ജസ്റ്റ് എന്തോ ഇത് മാത്രം അടി സിറ്റുവേഷൻ മാത്രമേ കേട്ടോളൂ, വേറെ ഒന്നും അറിയില്ല. പറയുമ്പോഴാണ് അറിയുന്നത് റേഡിയോ ലൈഫ്. എന്നാലും നമുക്ക് ഇപ്പൊ സംസാരിക്കും, ലീഡർ സംസാരിക്കും. എനിക്ക് ടാറ്റു ഇല്ലല്ലോടാ, ടാറ്റു അടിക്കാറില്ലല്ലോ. പുള്ളി ടാറ്റു അടിച്ചു. ചെറിയൊരു വ്യത്യാസം കൂടി ഉണ്ട്. ടാറ്റു അല്ല, അവന് താടിയും കൂടെ ഇതാരൊക്കെ കടിച്ചത് ജനിച്ചപ്പോ? കെട്ടുകാലി മര്യാദ സംസാരിക്കാം. കഴിച്ചാ പറഞ്ഞു നന്നായി. ഒരു മിനിറ്റ്. സാധാരണ ആൾക്കാർക്ക് ഉപകാരമുള്ളതൊന്നും ഞാൻ ചെയ്യുന്നതല്ല. എന്തോ പറ്റിയോ? നന്മയുടെ പാതയിലാണ് ചന്ദ്രൻ. ശ്രദ്ധിക്കുന്ന ഒരാളാണ്. ഇങ്ങനെ ഹെൽത്ത് വൈസ് ഒക്കെ ഇച്ചിരി നോക്കുന്ന ആളാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ 2 പേർക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു കുറച്ചു നേരത്തെ. നമ്മുടെ ബാക്കി എല്ലാവരും ബുക്കും. നമുക്കൊരു ഓളമായിരിക്കും സംസാരിക്കുമ്പോ. എന്താ ചന്ദ്ര? ബ്രോ ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് അറിയാവുന്ന സിറ്റുവേഷൻ പറഞ്ഞുതരാം. ഇവരാണ് സ്റ്റീവും വേറെ ആരാ സിറ്റുവേഷൻ ഉണ്ടായിരുന്നെ? സ്റ്റീവൻ ഡെസ്ട്രോയ് ആണ് സിറ്റുവേഷൻ ഉണ്ടായത്. ഡെസ്ട്രോ സിറ്റുവേഷൻ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ. അല്ലെങ്കിൽ സ്റ്റീവായാലും പറഞ്ഞാൽ നിങ്ങൾ തൊണ്ടയാ. ബ്രോ എന്താ വെച്ചാ മറ്റേ ഓഷൻ ഫ്ലീക്കില്ലേ, ഓപ്പോസിറ്റ് താഴത്തെ ഷോപ്പില്ലേ ഇറക്കത്തുള്ള, അവിടെ നമ്മൾ സാധനം മേടിക്കാൻ പോയതാ. അപ്പം വെല്ലുമോന്റെ ശങ്കായ ജാസീനെ അവിടെ വെച്ച് നമ്മള് കണ്ടു. പറഞ്ഞു പറ്റിയാന്ന് ചെന്ന് എക്ക് പിടിക്കുന്നത്, എനിക്ക് പിടിക്കല്ലേ. അവിടെ ചെന്ന് ചുമ്മാ ഒന്ന് കൺപോയിന്റ് ചെയ്ത് ഫണ്ടായിട്ട് നിന്നപ്പം ബോറടിച്ച് എനിക്കും വില്ലുമോനും. അപ്പൊ ഡെസ്റ്റർ മാത്രം ആദ്യം ഉണ്ടാവുള്ളൂ. അപ്പൊ ഡെസ്റ്റർ എന്തൊക്കെയോ കാര്യം പറയുന്നുണ്ടായിരുന്നു. ഡെസ്റ്റർ പറയുന്ന പകുതി അതിന് മനസ്സിലായി കാണൂല, എന്നാലും സംസാരിക്കുന്നുണ്ടായിരുന്നു എന്തൊക്കെയോ.
അതിന്റെ ഇടയ്ക്ക് റേഡിയോ കോളോ അങ്ങനെ ഒന്നും പോയിട്ടൊന്നുമില്ല. അപ്പൊ ഞാനും ഞാൻ ബോർഡ് വെച്ചിട്ട് രണ്ടെണ്ണം കത്തിക്കാനായിട്ട് ഒന്ന് പുറത്തോട്ടിറങ്ങിയപ്പോ ഏതോ മച്ചാൻ പെട്ടെന്ന് ഇടന്നൊക്കെയോ വണ്ടിയും പിടിച്ചൊക്കെ വന്ന് നമ്മൾ ഇറങ്ങി ഓടിയിരിക്കും. എന്താ പ്രശ്നം എന്ന് അറിയത്തില്ല. എന്താണ് മച്ചാന്റെ പ്രശ്നം? കോള് പോലും കൊടുക്കണ്ടവൻ എങ്ങനെ അത് ഞാൻ ചോദിച്ചു അവനോട്. അത് ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവർ രണ്ടുപേരും ഫുഡ് വാങ്ങാൻ വന്നതായിരുന്നു. അപ്പം രണ്ടാമത് നിങ്ങൾ വെടിവെച്ചെന്ന് പറഞ്ഞ പയ്യൻ ഫ്ലീക്കെ പോയിട്ട് വന്നതാണ്. വന്ന സമയത്ത് അവൻ ഷോപ്പിൽ വന്നപ്പോ നിങ്ങൾ അവനെ ഗണ്ണിങ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പൊ അവര് കണ്ടപ്പോ അവൻ ആ ഒരു പേനിക്ക് കണ്ണ് പോലും ഉണ്ടായിരുന്നു. ആ പയ്യുണ്ടോ ആ പയ്യുണ്ടോ കൂട്ടത്തില്? എടാ ജക്സിങ് വന്നേ. നമ്മള് വിചാരിച്ച അവൻ സംസാരിക്കാൻ വേണ്ടി വരുവാന്ന് വെച്ചാൽ അവൻ ഡയറക്റ്റ് വരുന്നു ഇറങ്ങുന്നു വണ്ടി അവന് ഫുഡ് വാങ്ങാൻ വന്നത്. അപ്പൊ നിങ്ങളെന്താ അവനെ ഗണ്ണിങ് ചെയ്ത് നിൽക്കുന്ന കണ്ടിട്ട് അവൻ നിങ്ങൾ ഹോസ്റ്റലിൽ സംസാരിക്കുന്നില്ല. എന്താന്ന് വെച്ചാൽ ചോദിക്കായിരുന്നു. നമ്മുടെ കയ്യിൽ കണ്ണുപോലും ഉണ്ടായിരുന്നില്ല. എന്റെ കയ്യിൽ സ്റ്റീണ്ടയിലും അവൻ ആ സമയത്ത് പേനിക്ക് അടിച്ചതായിരിക്കും. അറിയാണ്ട് അച്ഛനെ പാനിക്കാവല്ല ഇങ്ങനെയൊന്നും. ഇങ്ങനെയൊക്കെ പാനിക്കാതെ തല കൊണ്ട് കയറും. അവനറിയില്ലല്ലോ നിങ്ങള് സംസാരിക്കുന്നതാണോ അതോ ഹോസ്റ്റ് എടുക്കുന്നതാണോ. വേറൊരു കാര്യം ബ്രോ, പിന്നെ വേറൊരു കാര്യം, ഈ പുറത്തുനിന്ന് നമ്മളേക്ക് ആംബുലൻസിനകത്തോട് കാണത്തില്ല. ആ ജാസിയോനെ പയ്യനെ അങ്ങ് മൂലയ്ക്ക് കൊണ്ടുവച്ചാണ് കൺഫേം ചെയ്തുകൊണ്ടിരുന്നത്. അവൻ ഇറങ്ങിയിട്ട് കുറച്ച് സമയം ഇവൻ നേരെ വണ്ടി കൊത്തുന്നു, പെട്ടെന്ന് ഇറങ്ങുന്നത് കണ്ണെടുത്ത് അടിക്കുന്നു. ഇവൻ വരുന്ന റൈറ്റ് സൈഡിൽ നിന്നാണ്. ഇവൻ ജാസി ലെഫ്റ്റ് കോർണറിലുള്ള. പുറത്തുനിന്ന് ആ വ്യൂന്ന് ആക്ച്വലി ജാസിയെ കാണത്തില്ല. പിന്നെ എങ്ങനെ കണ്ടു പറയുന്നത് അറിയത്തില്ല കൺപോയിന്റിലായിരുന്നു എന്നുള്ള കാര്യം. പിന്നെ ഡെസ്ട്രോ മാത്രമേ അകത്തുണ്ടാവുള്ളൂ. ഞാൻ വല്ലുവനെ പുറത്തേക്ക് വരുന്നു. ഒരാൾ മാത്രമേ കൺപോയിന്റ് ചെയ്യുന്നുള്ളൂ. ഇപ്പം ഇതൊരു സിറ്റുവേഷൻ ആണെങ്കിൽ തന്നെ ജാസിക്ക് തിരിച്ച് ഫൈറ്റ് ചെയ്യാന്നില്ലുള്ളൂ. ഒരാൾ മാത്രമേ കൺപോയിന്റ് ചെയ്യുന്നുള്ളൂ. ബ്രോ ഞാൻ ആ സമയത്ത് റേഡിയോയിൽ ഉണ്ടായിരുന്നു. ആക്ച്വലി ഫസ്റ്റ് ഫിയർ കാട്ടല്ലടാ കോള് കേട്ടത് ലൈക്ക് വന്നിട്ടുണ്ടായിരുന്നുള്ള സമയത്ത്. പക്ഷെ റേഡിയോയിൽ ഞാൻ കോള് കേട്ടത് ടി വി അവിടെ നിൽപ്പുണ്ടെന്ന് പറഞ്ഞു. വേറെ എന്തോ കേട്ടില്ല. ലൈക്ക് ജാസിയുടെ അടുത്ത് ടി വി നിൽപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇത്ര ഞാൻ കേട്ടുള്ളൂ. പിന്നെ അവിടെ പിന്നെ ബാക്കി നിങ്ങൾ പറയുമ്പോൾ അറിയുന്നത്. അതുകൊണ്ട് എനിക്ക് കറക്റ്റ് അറിയില്ല. എന്നാലും ആ സമയത്ത് സ്ഥലത്ത് അവിടെ തന്നെ ഉണ്ടായിരുന്നു. ലൈക്ക് അവന്മാര് ഫ്ലിക്കയിലേക്ക് മരുന്ന് പോയത് ഞാൻ മുതുക്കിലുണ്ടായിരുന്നു ആ സമയത്ത്. ഞാൻ സ്റ്റാൻലി ഇതൊന്നല്ല ചോദിക്കുന്നത്. ഈ ആദ്യമേ വെടിവെച്ചതിന്റെ കാരണം മനസ്സിലാവുള്ളത്. അവൻ എന്നോട് പറഞ്ഞു അല്ലാണ്ട് അവൻ അല്ലാണ്ട് അടിച്ചതല്ല. അവൻ നിങ്ങൾ അവനെ ഹോസ്റ്റ് എടുത്ത് കൊണ്ടുപോകും എന്ന് വിചാരിച്ചു. അപ്പൊ നിങ്ങൾക്ക് പ്രശ്നം എന്തെങ്കിലും നിങ്ങൾക്ക്? ഇല്ല ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. അവൻ പറഞ്ഞില്ല അവൻ അങ്ങനെ എടുക്കുമെന്ന് വിചാരിച്ചടിച്ചത്. അല്ലാണ്ട് പ്രശ്നം ഉണ്ടായിട്ടല്ല. എന്നാ ഒരു കാര്യം ചെയ്യാ, നമ്മളെ വെടിവെച്ചതിന്റെ അടുത്ത് വന്നിട്ട് സോറി പറയാം. നമ്മൾ ക്ഷമിച്ചിട്ടൊക്കെ പോവാം. വിട്ടില്ലായിരുന്നോ പറയണം. സിറ്റുവേഷൻ പറഞ്ഞു എടാ ഞാനൊരു കാര്യം പറയട്ടെടാ. ഇത് ശോകം ഇത് ചന്ദ്ര ഇത് വേണ്ട നമുക്ക് ഇങ്ങനെ വേണ്ടല്ലേ. അവര് അല്ല അവരൊക്കെ സിറ്റുവേഷൻ എടുക്കുക. ഒരു ഇതില്ലടാ. നമ്മള് ചുമ്മാ നേരെ ഒന്ന് മാസ് ഇറക്കണ പോലെയാണ് ഇത്. എനിക്ക് നിങ്ങൾ ഇനി എന്ത് ഡബ്ല്യു ആര് ഡബ്ല്യു എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു പ്രശ്നമില്ല. എനിക്ക് ഒരു ഞാൻ ഒരു കാര്യം നിങ്ങളുടെ അടുത്തൊക്കെ പറയാം. നമ്മളൊരു സിറ്റുവേഷൻ എടുക്കുമ്പോ നമ്മളൊരു സിറ്റുവേഷൻ എടുക്കുമ്പോ ഒരു ബേസിക് ഒരു ന്യായം ഉണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ജയിക്കുമെങ്കിലും ചെയ്യുള്ളൂ. അല്ലെ പുഴുത്ത് ചാവും. അന്നേരം നിനക്ക് പാടി ഉണ്ടാക്കാൻ പറയാൻ വലിയ സന്തോഷമായിരിക്കും. പക്ഷെ എന്നിട്ട് നമ്മളിത് തോറ്റു മുമ്പ് ഇരിക്കുമ്പോ നീയൊക്കെ തന്നെ സ്പാം ചെയ്യും കർമ്മ അണ്ടി എന്ന് പറഞ്ഞു. മനസ്സിലായി? എനിക്കിത് നന്നായിട്ട് അറിയാം. ഞാൻ കുറെ നാളായിട്ട് കാണണത്. ഇങ്ങനത്തെ അണ്ടി വലിച്ച സിറ്റുവേഷനിലൊന്നും എടുക്കാൻ എനിക്ക് പറ്റത്തില്ല. ഞാൻ എടുപ്പിക്കത്തില്ല ഇവനെ കൊണ്ടൊക്കെ. ആർക്കെങ്കിലും ബാഡ് അടിച്ചാലും ആർക്കൊക്കെ ബാഡ് അടിച്ചാലും ഞാൻ എടുപ്പിക്കത്തില്ല. അതിന് ചന്ദ്രന് ബാഡ് അടിച്ചാലും അവർക്ക് ബാഡ് അടിച്ചാലും ഞാൻ എടുപ്പിക്കത്തില്ല. എനിക്കത് ഇഷ്ടമല്ല. അവന്മാർക്ക് സിറ്റുവേഷൻ എടുക്കാൻ താല്പര്യമില്ല. അവര് പറഞ്ഞു. പിന്നെ നമ്മൾ മെസ്സിറക്കാൻ പോണേ എന്തിനാ? നമ്മളെന്താ അൺബീറ്റബിളോ? നമ്മളും വീടും ഒറ്റ PL അടിച്ചാൽ ഒരു വണ്ടി മറിഞ്ഞാൽ മതി നമുക്കിതാവാൻ. നമ്മൾ ഈ വൃത്തിയുടെ കോൺഫിഡൻസ് കാണിക്കാൻ ശരിയല്ല. ഞാൻ ഇത് സമ്മതിക്കത്തില്ല. ഞാൻ ഇങ്ങനെ കളിപ്പിക്കത്തില്ല എൻ്റെ പ്ലേയേഴ്സിനെ അങ്ങനെ കളിപ്പിക്കത്തില്ല. ഇത് ഉറപ്പിച്ച കാര്യമാണ്. ഇനി നിങ്ങൾക്ക് സിറ്റുവേഷൻ വേണമെങ്കിൽ വേണ്ട, അതൊന്നും എനിക്ക് അറിയാത്ത കാര്യമാണ്. ഇത് അൺവാണ്ടഡ് സിറ്റുവേഷനാണ്. അൺവാണ്ടഡ് എന്ന് പറഞ്ഞാൽ അൺവാണ്ടഡ് ആണ്.